Hello my dear subscribers and viewers, once again welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് നെല്ലിക്ക ഉപയോഗിച്ച് എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തി തയ്യാറാക്കി എടുക്കുന്നത് എന്നാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു സമയം എന്ന് പറയുന്നത് പലതരത്തിലുള്ള അസുഖങ്ങളുടെ ഒരു ടൈമാണ്. പനിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നാവിലെ ടേസ്റ്റ് അങ്ങ് പോകുന്നു. എത്ര രുചിയോട് കൂടിയ കറി നമ്മൾ കഴിച്ചാലും നമുക്കത് ആ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ തീർച്ചയായും നെല്ലിക്ക ഉപയോഗിച്ച് ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ചമ്മന്തി തീർച്ചയായും നമുക്ക് കഞ്ഞിയുടെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ ഇത് ഏത് രീതിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. ഇതിൻ്റെ പ്രിപ്പറേഷൻ കാണാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആവശ്യത്തിന് തേങ്ങ ഗ്രേറ്റ് ചെയ്തെടുക്കുക. അത് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഞാനിവിടെ തേങ്ങ ഏറ്റവും അവസാനമാണ് ചേർത്തിരിക്കുന്നത്. ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി കിട്ടണം എന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അവസാനം ചേർത്തിരിക്കുന്നത്. പക്ഷേ ചമ്മന്തിക്ക് കുറേ കൂടി നല്ല ഒരു ടേസ്റ്റ് ലഭിക്കുന്നതിന് വേണ്ടി തേങ്ങ ആദ്യം തന്നെ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി കിട്ടുന്നത് വരെ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചൊന്ന് ചെറുതായി വറുത്തെടുക്കുക എന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം. ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത അല്ലെങ്കിൽ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി കിട്ടിയ തേങ്ങ മാറ്റി വയ്ക്കുന്നു. അതിനുശേഷം കുറച്ച് എണ്ണ കൂടി, വളരെ കുറഞ്ഞ അളവിൽ മതിയാവും, 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിക്കുക. അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഒരു 3-4 പോഡ് വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്നു വരും. അതിനുശേഷം അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 6-7 സാമാന്യം വലിപ്പമുള്ള ചുവന്നുള്ളിയാണ് ചേർത്തിരിക്കുന്നത്. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒന്ന് കുക്കായി അല്ലെങ്കിൽ ഒന്ന് വഴന്നു വരും. ഈ സമയത്ത് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ 3 നെല്ലിക്കയാണ്, മീഡിയം സൈസിലുള്ള 3 നെല്ലിക്ക കുരുകളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. അപ്പോൾ ആ നെല്ലിക്ക ഇനി ഞാൻ ചേർക്കുന്നു. ഓക്കെ, നെല്ലിക്ക ചേർത്തു. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇഞ്ചിയാണ്. അപ്പോൾ ഇഞ്ചിയാണ് മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ്. ഇഞ്ചി ഞാൻ 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇഞ്ചിയും നമ്മൾ ചേർത്തിരിക്കുന്ന നെല്ലിക്കയും ഒക്കെ നന്നായിട്ടൊന്ന് ചുരുണ്ട് വരണം, നന്നായിട്ടൊന്ന് വഴന്നു വരണം. ഓക്കെ, എണ്ണ ആവശ്യമായി വരികയാണെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു എണ്ണയിൽ വെളുത്തുള്ളി, ചുവന്നുള്ളി, പിന്നെ നെല്ലിക്ക, അതുപോലെ തന്നെ ഇഞ്ചി, ഈ 4 ഇൻഗ്രീഡിയൻസ് നന്നായിട്ടൊന്ന് കുക്കായി വരണം, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വരണം. അങ്ങനെ നമ്മൾ ഫിഷൊക്കെ പൊരിക്കുന്ന പോലെ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് നന്നായിട്ട് വഴന്നു വരണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പാനിൽ നമ്മൾ ചേർത്തിരിക്കുന്ന ഐറ്റംസ് എല്ലാം വെളുത്തുള്ളി, ചുവന്നുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, നെല്ലിക്ക, ഇതെല്ലാം നല്ലൊരു കണ്ടീഷനിലേക്ക് വന്നു ചേർന്നാൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം നമുക്കിത് പാനിൽ നിന്നും മാറ്റി മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കുന്നതിന് വേണ്ടി തണുക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇതാ കണ്ടില്ലേ, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഞാനിത് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളറ് ഒത്തിരി അങ്ങ് ഡാർക്ക് ബ്രൗൺ കളറല്ല, കാരണം ഞാൻ തേങ്ങ ഗ്രേറ്റ് ചെയ്തത് നന്നായിട്ടങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ടില്ല. ഏറ്റവും അവസാനമാണ് ഞാൻ തേങ്ങ ചേർത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, കുറേ കൂടി നല്ല ടേസ്റ്റ് ചമ്മന്തിക്ക് കിട്ടണമെങ്കിൽ ആദ്യം തന്നെ തേങ്ങ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ്, നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി ഒരെണ്ണം മതിയാവും. അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതിൻ്റെ തൊലി റിമൂവ് ചെയ്തതിന് ശേഷം വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി പാനിൽ ഒഴിക്കുക. അതിലേക്ക് നമുക്ക് ഈ ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തക്കാളി എണ്ണയിലേക്ക് നന്നായിട്ട് അലിഞ്ഞു ചേരും.
ഈ സമയത്ത് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വാളൻപുളിയുടെ പൾപ്പ് അല്ലെങ്കിൽ വാളൻപുളി പിഴിഞ്ഞെടുത്ത ആ ഒരു ജ്യൂസ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മതിയാവും. നന്നായിട്ട് ഇളക്കുക. ഇനി ഇതിലേക്ക് ഈ 2 മിക്സിന് ചേരുന്ന വിധത്തിൽ ഒരിത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഇല്ലെങ്കിൽ ശർക്കര ചേർത്താലും മതിയാവും. അപ്പോൾ ഇതുകൂടി ചേർത്ത് ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന പഞ്ചസാര, വാളൻപുളിയുടെ ജ്യൂസ്, തക്കാളി ഇത് മൂന്നും നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന ചട്നി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം പാനിൽ നിന്നും ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അസുഖമൊക്കെ ഉള്ളപ്പോൾ പ്രത്യേകിച്ച് പനി, നമ്മുടെ നാവിലെ ടേസ്റ്റൊക്കെ എന്താ പറയുക നഷ്ടപ്പെട്ട ആ ഒരു സമയത്ത് തീർച്ചയായും ഇത് കൂട്ടി നമുക്ക് ഈ ഒരു ചട്നി കൂട്ടി ചോറ് അല്ലെങ്കിൽ കഞ്ഞി കുടിക്കാവുന്നതാണ്. അപ്പോൾ വളരെ ഡെലിഷ്യസ് ആണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഓക്കെ. ഇഡലി, ദോശ ഇവയുടെ കൂടെ ഒന്നുകിൽ സാമ്പാർ അല്ലെങ്കിൽ ലൂസ് ചട്നിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ചമ്മന്തി ഉപയോഗിക്കാവുന്നതാണ്. അതായത് ടൊമാറ്റോയും വാളൻപുളിയുടെ പൾപ്പും ചേർത്ത് കൊടുത്ത സമയത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നമുക്കിതിൽ നിന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഈ ലൂസ് ചട്നി നമുക്കിത് അപ്പം, ദോശ, അതുപോലെ ഇഡലി എന്നിവയുടെ കൂടെ ഉപയോഗിക്കാവുന്നതാണ്. തീർച്ചയായും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കുക.